اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 65-ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖഫ് മിൻ വുജൂദി ഇഹ്സാനിഹി ഇലൈക വദവാമി ഇസാഅതിക മഅഹു അൻ യകൂന ദാലിക ഇസ്തിദ്റാജൻ ലക് സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ട് അതിനെ ഒരാൾ ശുക്ർ ചെയ്തിട്ടില്ലെങ്കിൽ തന്ന നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? എടുത്തു കളയുമെന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ അവിടെ സ്വാഭാവികമായി ഒരു ചോദ്യം വരുന്നുണ്ട്. എന്നാ എത്രയോ ആളുകൾ അല്ലാഹു തആലാക്ക് എതിര് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഹറാമ് മാത്രം ചെയ്യുന്ന ആൾക്കാർ, തെമ്മാടിത്തരം മാത്രം ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ എന്നാ വലിയ സമ്പന്നരാണല്ലോ, എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ടല്ലോ, അത് പിന്നെന്താണ്? ആ ചോദ്യം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്യണത്? മറുപടി പറയും. അങ്ങനത്തെ പല ആൾക്കാരെ നമ്മൾ കാണും, തെമ്മാടിത്തരങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, നഷ്ടം പോലെ സമ്പത്തും ഉണ്ടാവും, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അപ്പൊ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് അവരിലേക്ക് നോക്കുമ്പോൾ എന്താപ്പത് അങ്ങനെ എന്ന് തോന്നിപ്പോവാം. അതിനുള്ള വിഷയമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഖഫ്, നീ പേടിക്കണം. മിൻ വുജൂദി ഇഹ്സാനിഹി ഇലൈക, നിന്നിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവലിനാൽ നീ ഭയപ്പെടണം. അള്ളാഹു തആല നിനക്ക് ഒരുപാട് നിഅമത്തുകൾ ഇങ്ങനെ തരുന്നെ. അതോടുകൂടെ നീ എങ്ങനെയാണ്? വദവാമി ഇസാഅതിക മഅഹു, നീ അള്ളാഹുവിനോടുകൂടെ മോശമായ രൂപത്തിലാണ് നീ എന്ത് ചെയ്യണത്? നിലനിൽക്കുന്നത്. അള്ളാഹു തആലാക്ക് നന്ദി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, തെമ്മാടിത്തരങ്ങൾ മാത്രം ചെയ്യണം. എന്നാലോ അള്ളാഹുവിന്റെ എല്ലാ നിഅമത്തുകളും ആ വ്യക്തിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ നീ ഭയപ്പെടണം. അൻ യകൂന ദാലിക, അത് ആയേക്കാം ഇസ്തിദ്റാജൻ ലക്, നിനക്കുള്ളതായ ഒരു പടി കയറ്റിപ്പിടുത്തമായേക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? നനച്ചിരിക്കാതെ അല്ലാഹു തആല നിന്നെ പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അതിന്റെ മാനാന്ന് പറയുക? നമ്മൾ ഓർക്കാത്ത രൂപത്തിൽ പെട്ടെന്നുള്ളൊരു പിടുത്തുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊക്കെ പല വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മേലെ ഏറ്റവും മുകളിൽ എലി ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? ആ എലി വരുന്ന വഴിയിൽ ആദ്യത്തെ പടിയിൽ കുറച്ച് ധാന്യമണി വിതറും. അപ്പോൾ അത് തിന്നിട്ട് രണ്ടാമത്തേക്ക് വരും, അത് തിന്നിട്ട് മൂന്നാമത്തേക്ക് വരും. അങ്ങനെ വന്ന് അവസാനം ഇവരെ കെണിയുള്ള സ്ഥലത്ത് ഒരു ചതുപ്പ് നിലയിക്കാറ്, അതിന്റെ മുകളിൽ വല്ല തേങ്ങാപ്പൂളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ എലി ഇതൊക്കെ കടന്നു വന്നിട്ട് അവമക്കാണ് കേരളോടുകൂടെ താഴത്തേക്കാണ് ചവിട്ടും. ഇതിനൊക്കെയാണ് സത്യത്തിൽ എന്തു പറയാ? ഇസ്തിദ്റാജ് എന്ന് പറയാം, പടി കയറ്റിപ്പിടുത്തം. ശരിക്കും ഞാൻ അറങ്ങണ രൂപമാണ് പറഞ്ഞത്, ശരിക്കും പടി കയറ്റിപ്പിടുത്തം എന്നാണ് പറയാം. മുകളിലോട്ട് ഇങ്ങനെ കയറി അവസാനം കെണീക്കണ് ചാടൂലെ, ആ ഒരു രൂപം. ഇപ്പൊ എന്റെ ഉസ്താദൊക്കെ എനിക്ക് പറഞ്ഞു തന്നൊരു ഉദാഹരണം ഉണ്ട്. നമ്മളൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ? മീന് നമ്മള് ഈ എരനെ അവിടെ വെച്ചിട്ട് ആ കുളത്തി നമ്മൾ നേരെ ഇടും അല്ലേ? കൊടുത്തിടും. അപ്പൊ ഇതെന്ത് ചെയ്യും? നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വലിച്ചു കൊണ്ടുപോകും. നമ്മൾ മൂപ്പര് നന്നായി കഴിച്ചോട്ടെ, പാവല്ലേന്ന് വിചാരിച്ചിട്ടല്ല ഈ എന്ത് ചെയ്യണത്? അയച്ചു കൊടുക്കണത്. എന്താണ്? നേരെ കുടുങ്ങിയിട്ട് നമ്മൾ നേരെ വലിച്ചാനാണ്. ഇതാണ് ഇപ്പൊ ഈ ഇസ്തിദ്റാജ് പറഞ്ഞപ്പോ അതാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും തന്നിട്ട് ഒറ്റപ്പെടുത്തേക്കാണ്. അതിനൊക്കെയാണ് ഇസ്തിദ്റാജ് എന്ന് പറയാം.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, നിന്റെ റബ്ബിന്റെ പിടുത്തം അത് ഭയങ്കര പവർ ഉള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇനി അല്ലാഹു തആല ഖുർആനില് പല ആളുകളെയും അങ്ങനെ പിടിച്ച രൂപങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. വലിയ വലിയ ഫ്രോഡുകളാകുന്ന ആൾക്കാരെ അല്ലാഹു തആല അങ്ങനെ ചെയ്തിക്കണം. ഓൽക്ക് എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല ഇങ്ങനെ ചെയ്തു കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് ഒരൊറ്റ പിടുത്തേക്കാണ്. ഇപ്പോ ഖുർആനിൽ ഒരായത്തുണ്ട്, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവർക്ക് കൊടുത്തതായ പ്രബോധനം, ഉപദേശങ്ങൾ അവര് വിസ്മരിച്ചപ്പോ, അവരത് മറന്നു കളഞ്ഞപ്പോ അല്ലാഹു തആല എന്ത് ചെയ്തു അറിയോ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ നിഅമത്തുകളുടെ വാതിലും അല്ലാഹു തആല അങ്ങോട്ട് തുറന്നു കൊടുത്തു. അല്ലാഹു തആലാന്റെ ഭാഗത്തുനിന്ന് പ്രബോധനം വന്നു, ഉപദേശം വന്നു. ആ ഉപദേശത്തിനൊക്കെ ഓലെന്ത് ചെയ്തു, വിസ്മരിച്ചു കളഞ്ഞു. അതൊന്നും ഓർക്കാത്ത അവസ്ഥ വന്നപ്പോ അല്ലാഹു തആല എന്ത് കാട്ടിയറിയോ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ നിഅമത്തുകളുടെ വാതിലും അല്ലാഹു തആല ഓലെ മേൽ അങ്ങോട്ട് തുറന്നു കൊടുത്തു. മനസ്സിലാവുന്നു? അപ്പോ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവർക്ക് കിട്ടിയത് കൊണ്ട് ഓലിങ്ങട്ട് വല്ലാതെ ആഹ്ലാദിക്കാൻ തുടങ്ങി, വല്ലാതെ അങ്ങോട്ട് പൊലിവിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ അല്ലാഹു തആല പറഞ്ഞു, അഖദ്നാഹും ബഗ്തതൻ, പെട്ടെന്ന് ഞാൻ അവരെന്ത് ചെയ്തു, പിടികൂടി. അതുപോലെ ആ ആഘോഷ രാവിലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അല്ലാഹു തആല പിടികൂടി. ഇത് ഖുർആനാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. ഇത് അല്ലാഹു തആലാന്റെ ഒരു പ്രയോഗമാണ്. അപ്പൊ നമ്മൾ ചിലപ്പോ ചില ആൾക്കാരെ എന്ത് ചെയ്യും, ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, റസൂലുള്ളാന്റെ ഒരു ഹദീസ് ഉണ്ട്. എന്ത്, അള്ളാന്റെ റസൂലും ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു പോലത്തെ പച്ച പാവങ്ങളാണ്, ഒന്നുമില്ലാത്ത ആൾക്കാരാണ്. ഒരു ഉടുക്കാൻ ശരിക്ക് വസ്ത്രം പോലും ഇല്ല, കീറിപ്പറഞ്ഞ വേഷധാരികളാണ് അവരൊക്കെ. റസൂലുള്ളാന്റെ കൂടെ രഹസ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്നിക്കാണ്. അപ്പോ ഇവർക്ക് ഇങ്ങനെ റസൂലുള്ള പ്രബോധനം നടത്തുന്ന സമയത്തിന്റെ പുറത്ത് വല്ലാതെ സന്തോഷം, ഭയങ്കര ആഹ്ലാദം. ഇങ്ങനെയൊക്കെ നമ്മളെ കുട്ടിക്കലാശത്തിന്റെ ഒക്കെ അതുമായി ഭയങ്കര ആഹ്ലാദം. അപ്പൊ അള്ളാന്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിച്ചു, എന്താണ് ആ പുറത്തുനിന്ന് ചോദിച്ചു. അപ്പൊ ഓലിങ്ങനെ ചെന്ന് നോക്കുമ്പോ മക്കാ മുശ്രിക്കീങ്ങള് കച്ചവടം കഴിഞ്ഞിട്ട് കച്ചവടത്തിൽ ലാഭം കിട്ടിയിട്ട് അതിന്റെ പൊലിവിൽ ഇങ്ങനെ ഭയങ്കര ബാൻഡും പെണ്ണുങ്ങൾ ആട്ടമൊക്കെ, ആ ഒരു സന്തോഷത്തിലാണ്. ഇത് റസൂലുള്ളാഹിക്ക് കണ്ടിട്ട് വല്ലാത്ത കിട്ടിയ ഇടങ്ങേറായി. കാരണം അല്ലാഹു തആലാക്ക് വേണ്ടി ജീവിക്കുന്ന സ്വഹാബത്ത് ഒന്നുമില്ലാതെ വിഷമിക്കുകയാണ്. എന്നാലോ അള്ളാനെ ധിക്കരിക്കുന്ന മക്കാ മുശ്രിക്കീങ്ങൾക്ക് എല്ലാ നിഅമത്തും അല്ലാഹു തആല. അപ്പൊ അതിന് പകരമായിട്ടാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്, സൂറത്തുൽ ഫാത്തിഹ എന്ത് ചെയ്തത്, ഇറക്കിയത്. 7 സംഘമായിരുന്നു ആ മക്കാ മുശ്രിക്കീങ്ങളുടെ സംഘം. ആ 7 സംഘത്തിന് പകരം നബിയെ നിങ്ങൾക്ക് ഈ ഫാത്തിഹ മതി എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു പ്രയോഗമാണത്. ധിക്കരിക്കുന്ന ആളുകൾക്ക് ധിക്കരിക്കാളെ എല്ലാ വഴി അല്ലാഹു തആല അങ്ങോട്ട് എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ ഓലെ വിചാരം എന്താണ്, നമ്മൾ വലിയ തർക്കടൊന്നുമില്ല, നമ്മൾ ചെയ്യണതൊന്നും കുഴപ്പമില്ലാന്നാ. പെട്ടെന്നേക്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെന്ത് ചെയ്യുക, അങ്ങോട്ട് പിടികൂടുക. അതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖഫ്, നീ പേടിക്കണം, മിൻ വുജൂദി ഇഹ്സാനിഹി ഇലൈക, നിന്നിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടാവലിനാൽ നീ ഭയപ്പെടണം. ഏതോടുകൂടി അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്, വദവാമി ഇസാഅതിക മഅഹു, നീ അള്ളാഹുവിനോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, മോശമായ പെരുമാറ്റം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നീ നിത്യമായി നടത്തുന്നുണ്ട്. എങ്കിൽ നീ ഭയപ്പെട്ടോ, അയ്യകൂന ദാലിക, അത് ആയേക്കാം, ഇസ്തിദ്റാജൻ ലക്, നിനക്കുള്ള ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാല് പടികയറ്റിപ്പിടുത്തമായേക്കാം, നിന്നെ പെട്ടെന്ന് പിടികൂടാനുള്ള ഒരു ഉപായമായേക്കാൻ അത് സാധ്യതയുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നമ്മള് അല്ലാഹു തആലാക്ക് നിഅമത്തുകളൊന്നും ശുക്റൊന്നും ചെയ്യണില്ല, എന്നാലോ നമുക്ക് സുഖമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല തരുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അള്ളാന്റെ നമ്മൾ പ്രിയപ്പെട്ട ആളേക്കാരെന്ന്. അത് പ്രിയപ്പെട്ട ആളായിട്ടല്ല, പ്രിയപ്പെട്ടവര് വേറുണ്ട്. അസാബിഖൂന ഉലൈകൽ അവ്വലൂൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വേറുണ്ട്. ഇത് പ്രിയപ്പെട്ടിട്ടൊന്നും അല്ല, ഇത് പ്രിയല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യണത്. നമ്മൾ സാധാരണ ഒരു ക്രിസ്തീയ വാക്ക് പറയലുണ്ടല്ലോ, എന്ത്, കർത്താവ് ദുഷ്ടനെ പന പോലെ വളർത്തുന്ന പറയലുണ്ട്. കർത്താവ് ദുഷ്ടനെ പന പോലെ വളർത്തുന്നു പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അത് സ്വാഭാവികമായിട്ട് ശരിയാണ്. അവർക്ക് എല്ലാ നിഅമത്തും അല്ലാഹു തആല ഇങ്ങനെ കൊടുക്കും. പക്ഷെ പെട്ടെന്ന് ഈ കാര്യം എന്ത് ചെയ്യുക, അല്ലാഹു തആല അവനെ പിടികൂടാ. ഇനി ഒന്നും വേണ്ട, നമ്മള് ഫിർഔന്റെ ചരിത്രം മാത്രം നോക്കിയാൽ മതി.
അല്ലെ? ഇന്ന് ലോകത്ത് ഇന്നും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂലുള്ള വരെയുള്ള മറ്റേ പ്രവാചകന്മാരുടെ എതിരാളികളിൽ ഏറ്റവും വലിയ ഫ്രോഡായി പറയുന്ന ഒരാളാരാണ്? ഫിറൗനാണ്, അല്ലെ? എന്തേ അള്ളാഹു താല ചെയ്തത്? നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണ്. മുപ്പര് പൊട്ടനാക്കിയാണല്ലോ അള്ളാഹു താല ചെയ്തത്. ലോകത്തെ ഏറ്റവും വലിയ ധീരനെന്നും അതുപോലെ തന്നെ വില്ലാളി വീരനെന്നൊക്കെ പറഞ്ഞ ആളെ അള്ളാഹു താലാണ് പൊട്ടനാക്കി, അല്ലേ? മൂസാ നബിന്റെ പിന്നാലെ കുട്ടികളെ മാതിരി എന്ത് ചെയ്തു? മണ്ടി, അല്ലെ? നൈൽ നദിന്റെ നടുവില് വെച്ചിട്ട് എന്ത് ചെയ്തു? അള്ളാഹു താല എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുത്തിട്ട് നടുക്കടത്തിയപ്പോ അള്ളാഹു താല എന്ത് ചെയ്യാൻ പറഞ്ഞു, അല്ലെ? രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായത്. മൂസാ നബിനെ അള്ളാഹു താല വെള്ളം കൊണ്ട് രക്ഷിച്ചു, ഫിറൗൻ അള്ളാഹു താല വെള്ളം കൊണ്ട് ശിക്ഷിച്ചു. അപ്പൊ അള്ളാഹു താലാക്ക് രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒറ്റ പദാർത്ഥം മതി. ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതൊക്കെ ഹദീസിന്റെ കിതാബിലുള്ളതാണ്. അള്ളാഹു താല ശിക്ഷിക്കാൻ ഒറ്റ കാരണം മതി, അല്ലെ? വെള്ളം അള്ളാഹു താല നമുക്ക് ഇഷ്ടം പോലെ മഴ തരുന്നുണ്ട്. എന്തിനാണത്? കുടിക്കാനും കുളിക്കാനും എല്ലാ ജലസേചന മറ്റു കാര്യങ്ങൾക്കൊക്കെ തരുന്നുണ്ട്. ആ വെള്ളം കൊണ്ട് തന്നെ അള്ളാഹു താല നമ്മൾ എന്ത് ചെയ്യും? നശിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ഇന്നലെ ഞാനൊക്കെ ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിനെ കുറിച്ചൊക്കെ പത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതിലും വലുതാണ് ഇനി എന്ത് ചെയ്യണത്? വരാൻ പോകുന്നത്. കാരണം അവിടെ നിന്ന് വീടുണ്ടാക്കുമ്പോ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ വലിയ കല്ലുകളൊന്നും കെട്ടിയുണ്ടാക്കൂല. ഒരു താൽക്കാലിക എന്നാ നല്ല രസം ഉണ്ടാവും കാണാന്. അത് കുറച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന വീടുകളാണ് അവരുണ്ടാക്കുക. എന്താ കാരണം? ഇടയ്ക്കിടയ്ക്ക് അവിടെ ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റുകളൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ കൂടുതൽ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹു താല നൽകുന്ന ഒരു നിഅമത്താണ്. സമ്പത്ത് എന്ന് പറഞ്ഞത് ഒരു നിഅമത്ത് തന്നെയാണ്. അള്ളാഹു താല നമുക്ക് നൽകുകയും നമ്മൾ അത് ഓരി വെച്ച് കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. നമ്മളത് ഓരി വെച്ച് കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അത് നമ്മളുടേതല്ല. നമ്മളുടേതാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല പ്രയോഗിക്കുക, അല്ലേ? മിമ്മാ റസഖ്നാഹും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്നാ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടേത് എന്ന് അള്ളാഹു തആല പറയണില്ല. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾ ഓരോ ആളുകളും മരിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെലവഴിക്കണം എന്നവർ. അപ്പൊ ഇതൊക്കെ ആരെയാണ് സത്യത്തില്? അള്ളാഹു തആല തന്നെയാണ്. നമ്മുടെ വിതരണക്കാര് മാത്രമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം, ഞാൻ ഇപ്പൊ ഇശാ മഗ്രിബിന്റെ ഇടയിൽ നേരം വൈകിട്ടൊരു കിതാബ് നോക്കിയപ്പോ കണ്ടതാണ്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, സമ്പത്തില് 3 കാര്യങ്ങൾ ഉണ്ടാവുന്ന, 3-4 കാര്യങ്ങൾ ആരെല്ലാം ഉണ്ടാവും? ഒരു സമ്പന്നനായ ഒരു വ്യക്തിയിലുണ്ടാവും. ഈ 3 ഇല്ലെങ്കിൽ ഓൻ വലിയ ഭാഗ്യവാനാണെന്ന്. ബഹുമാനപ്പെട്ട മൂസാ നബി ഈസാ നബി ഈസാ നബി അലൈഹി സ്വലാം ഈസാ നബി അലൈഹി സ്വലാം പറയാണ്, ഒന്നിരിക്കൽ സമ്പത്തുള്ള ആളെ സമ്പത്ത് യക്സിബുഹു മിൻ ഗൈരി ഹില്ലിഹി, ഒന്നിരിക്കൽ ഓൻ ഹലാലായ മാർഗത്തിലാകൂല അത് സമ്പാദിച്ചിട്ടുണ്ടാകാം. ഹലാലായ മാർഗത്തിലാകൂല അത് സമ്പാദിച്ചിട്ടുണ്ടാകാം. ഇത് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, എന്നാ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യളഉഹു ഫീ ഗൈരി ഹഖ്ഖിഹി, ആ പൈസ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച പൈസയാണെങ്കിലും അത് ചെലവാക്കുന്നത് ഏതിലേക്കാറും? ഹറാമായ കാര്യങ്ങളിലേക്കാറുന്നു. അപ്പൊ അടുത്ത ചോദ്യം വന്നു, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുകയും ഹലാലായ മാർഗത്തിൽ ചെലവാക്കുകയും ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, യുശ്ഗിലുഹു അൻ ഇബാദത്തി റബ്ബിഹി, ആ സമ്പത്ത് കൊണ്ട് അല്ലാഹു തആലാനെ ഓർക്കുന്നതിന് തൊട്ടവൻ ശുഗലാകാനും സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു മനുഷ്യന് സമ്പത്ത് അത് ഉപദ്രവമേ ചെയ്യൂ എന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാം. ഈ 3 എണ്ണത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് മാത്രം എന്ത് ചെയ്യുള്ളൂ? ഒരാൾ രക്ഷപ്പെടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ സമ്പാദിക്കുക എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഹലാലായ മാർഗത്തിന് ഹിസാബുണ്ട്. ഹലാലായ സമ്പാദം ഉണ്ടല്ലോ, നമ്മളിപ്പോ ഹലാലായ മാർഗം സമ്പാദിക്കുമല്ലോ നമ്മൾ, അതിന് ഹിസാബുണ്ട്. അപ്പൊ ഹറാമായതിനോ? ഹലാലായതിന് തന്നെ, അതായത് നാളെ പരലോകത്തുള്ള ഏറ്റവും ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത് ഹിസാബാണ്. 10 റുപ്യ ചെലവാക്കിയാൽ അതിന് ഹിസാബുണ്ട്. ഏതിന്? ഹലാലായതിന്. അപ്പൊ പിന്നെ ഹറാമായതിനോ? ആ ഘട്ടം എന്തേക്കാരം? ഒരു മനുഷ്യൻ രക്ഷപ്പെടുക. അപ്പൊ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറച്ചു കാലം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ജീവിക്കുള്ളൂ. തോനെയൊന്നും നമ്മൾ എന്ത് ചെയ്യൂല? ജീവിക്കൂല. വളരെ കുറച്ച്.
ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഇപ്പൊ 2 വർഷം ആകാണ്. എത്ര ആളുകൾ നമ്മുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയി. ഈ സ്വലാത്തിന് വന്ന ആൾക്കാർ പോയി, മജ്ലിസുന്നൂറിന് വന്ന ആളുകൾ പോയി. ഇപ്പൊ നമ്മളെ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ എല്ലാ മജ്ലിസുന്നൂറിനും പങ്കെടുക്കുന്ന ആളായിരുന്നു. അള്ളാഹു താല അവരെ ഖബർ നന്നായി കൊടുക്കട്ടെ, അള്ളാഹു താല അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എത്ര ആൾക്കാർ മരണപ്പെട്ടു പോയി. അപ്പോ നമുക്കും അതേപോലെ ഒരു സമയം ഊഹവും എന്ത് ചെയ്യാണ്ട് വരാനുണ്ട് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാവണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ. ബയാനുൽ മിസ്രി എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ട്. അദ്ദേഹം ഒരു കഥ പറയാണ്. ഞാനൊരിക്കൽ മക്കയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഈ മക്കാർക്ക് അന്നത്തെ പ്രത്യേകത ഉണ്ട്. ഈ വൈകുന്നേരമായി കഴിഞ്ഞാൽ സമ്പന്നരായ ആളുകൾ എന്ത് ചെയ്യും, അങ്ങാടിക്ക് വരും. വല്ല പാവങ്ങളും ഉണ്ടെങ്കിൽ ഓലെ സഹായിക്കാൻ വേണ്ടിയിട്ട്. മദീനത്ത് അങ്ങനെ ഉണ്ടല്ലോ, മദീനത്തും അങ്ങനെ ഉണ്ട് അല്ലെ. ഒരു മഗ്‌രിബൊക്കെ ആയി കഴിഞ്ഞാൽ ഈത്തപ്പഴം അതുപോലെ തന്നെ കാപ്പിയൊക്കെ ആയിട്ട് വരും, ഗാവയൊക്കെ ആയിട്ട് വരുന്നവർ വരുവാണ്. അപ്പൊ മക്കത്തും ആ പരിപാടി ഉണ്ട്. അപ്പോ ബയാനുൽ മിസ്രി എന്ന് പറയുന്ന മഹാൻ ഇങ്ങനെ മക്കത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സമ്പന്നരായ ഒരാൾ വന്നു. ആ സമയത്ത് വളരെ പാവപ്പെട്ട കീറിപ്പറഞ്ഞ വേഷത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോ ഒരാള് ഒരു പൈസന്റെ കിഴി മുമ്പ് ഇങ്ങനെ കൊടുക്കുകയാണ്. പൈസന്റെ കിഴി ഇങ്ങനെ കൊടുക്കണ സമയത്ത് ഇയാൾ പറഞ്ഞു, എനിക്ക് വേണ്ട, ആ വല്ല പാവപ്പെട്ടവർക്കും കൊടുക്കുന്നു. ആര്? ഈ വാങ്ങാൻ കൂട്ടാക്കാത്ത വ്യക്തി പറഞ്ഞു, എനിക്ക് വേണ്ട, വല്ല പാവപ്പെട്ടവർക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഈ പൈസ കൊടുക്കുന്നു. ആ ബയാനുൽ മിസ്രി ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ മഗ്‌രിബ് കഴിഞ്ഞ് ഇശാഇന് നോക്കുമ്പോണ്ട് ഈ നേരത്തെ പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട് മടക്കി പറഞ്ഞാച്ചാളില്ലേ, അയാളുണ്ട് അവിടെ യാചിക്കണം. മറ്റുള്ള ആൾക്കാരിൽ നിന്ന് പൈസ എന്തെങ്കിലും തരുന്നുണ്ട്, യാചിക്കും. അതിൽ ബയാനുൽ മിസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികെ ചെന്നിട്ട് ചോദിച്ചു, മഗ്‌രിബിക്ക് നിങ്ങൾക്ക് ഒരാള് പണത്തിന്റെ കിഴി തന്നു, അത് നിങ്ങൾ വാങ്ങിയില്ല, അത് വാങ്ങിക്കൂടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇശാഇന്റെ സമയത്ത് ഇങ്ങനെ തണ്ടേണ്ട കാര്യം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അതിലെടുത്ത് കേൾക്കുന്ന ആ വ്യക്തി പറഞ്ഞു, ലം അഅലം അന്നി അഈഷു ഇലാ ഹാദൽ വഖ്ത്, ഈ സമയം വരെ ഞാൻ ജീവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ സമയം വരെ ഞാൻ ജീവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ കിഴി എങ്ങാനും ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ആ കിഴിക്ക് എൻ്റെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോ ഇശാ വരെ ജീവിക്കുന്ന എനിക്ക് ഉറപ്പില്ല, ഞാൻ മരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കണത്. ഇശാ ആയപ്പോ എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തതാണ്, യാചിച്ചതാണ്. സ്വാലിഹീങ്ങളൊക്കെ അങ്ങനെ എഴുതും. ഓർക്ക് എന്ത് കൊടുത്താലും ഓലെ കയ്യിലത് വെക്കാൻ അവർക്ക് പേടിയാണ്, കയ്യിൽ വെക്കാൻ പേടി. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ മകനക്ക് ഫാത്തിഹ പഠിപ്പിച്ച ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദ്, ആ ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5000 ദിർഹമാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒറ്റ ഫാത്തിഹ പഠിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് 5000 ദിർഹമാണ് കൊടുത്തത്. അത് ആ പഠിപ്പിച്ചതിന്റെ കൂലിയല്ല, സമ്പത്ത് ഓല കയ്യിലൊരു വെക്കൂല. അവർക്കതിനെ ഭയമായിരുന്നു, സമ്പത്ത്. കാരണം ഹൃദയത്തിനെ സ്വാധീനിക്കുമെന്ന് ഭയമായിരുന്നു. അവാരിഫുൽ മാരിഫ് എന്ന് പറയുന്ന കിതാബിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റസൂൽ ഇങ്ങനെ നമ്മളൊക്കെ ഷർട്ടിൽ നിന്ന് എന്തെങ്കിലും തട്ടുമല്ലോ, അതേമാതിരി ഇങ്ങനെ തട്ടുകയാണ്. ആ സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി എന്താ നിങ്ങൾ ഇങ്ങനെ തട്ടുന്നു ചോദിച്ചു. ഒന്നുമല്ല സിദ്ദീഖേ, ദുനിയാവ് എന്നിലേക്ക് വല്ലാതെ അടുത്ത് വരികയാണ്, ഞാൻ അതിനെങ്ങനെ ഒഴിവാക്കി കളയണമെന്ന് പറഞ്ഞു അള്ളാന്റെ റസൂൽ. അത് അവർക്കൊരു സൂചന കാണിച്ചു കൊടുക്കണം അള്ളാന്റെ റസൂൽ. അപ്പൊ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നമുക്ക് അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ തരികയും നമ്മൾ ഹറാമായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ അള്ളാന്റെ പ്രിയപ്പെട്ടവരാണ്. എന്നല്ല, അല്ലാഹു തആല നമ്മോട് കോപിച്ചിട്ടുണ്ട്. അവസരം കിട്ടിയാൽ നിനച്ചിരിക്കാതെ അല്ലാഹു തആല നമ്മളെ പിടികൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്ന നിഅമത്തിന് ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടുകൊണ്ട് സുഖമായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.